ഹലോ ചങ്ങായിമാരെ, ഞാൻ അഡ്വക്കേറ്റ് ഹാമിദ് ഷറഫി. ഇത് നല്ല പുത്തൻ HP ലാപ്ടോപ്പാണ്. ഇതൊരു സമ്മാനമായിട്ട് കൊടുത്തതാട്ടോ. എന്താ കഥ എന്നുള്ളത് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നമ്മളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അബാദ് ഓൺലൈൻ ട്യൂഷൻസിൽ ജോയിൻ ചെയ്തിട്ട് മദ്രസ പൊതുപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടിക്ക് നമ്മൾ ഒരു ലാപ്ടോപ്പ് സമ്മാനമായിട്ട് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അതിന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ 500-ൽ 496 മാർക്കും കരസ്ഥമാക്കിയിട്ട് ഒന്നാം സ്ഥാനം നേടിയത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ ബദരിയാനഗർ മദ്രസയിൽ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ് പഠിച്ച കനസ് BK എന്ന കുട്ടിക്കാണ്. അപ്പോൾ അതിൻ്റെ സമ്മാനം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നുള്ളത്. ലാപ്ടോപ്പാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നുള്ളത്. ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്താ വെച്ചാൽ, അബാദ് ട്യൂഷൻസിൽ ഏത് കുട്ടിക്ക് ഈ സമ്മാനം കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഈ കുഞ്ഞ് കഴിഞ്ഞ വർഷം ബദരിയാനഗർ മദ്രസയിൽ 5ാം ക്ലാസ് പഠിപ്പിച്ചത് ഞാനാണ്. അപ്പം എൻ്റെ അരുമ ശിഷ്യ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി മധുരം കൂടി നമുക്കുണ്ട്. ഞാനിപ്പോൾ അവിടെ പഠിപ്പിക്കുന്നില്ല, അവിടെ നിന്ന് വിട്ടു. അപ്പം റബീഉൽ അവ്വലിൽ ഈ സമ്മാനം കൊടുക്കുമെന്നായിരുന്നു ഞാൻ അറിയിച്ചിരുന്നത്. പക്ഷേ എനിക്കന്ന് പനിയൊക്കെ ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പം വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. പിന്നെ ഇതേപോലെ ലാപ്ടോപ്പ് നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമാക്കാം. കൂടാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മാസം 1000ങ്ങൾ സമ്പാദിക്കാനുള്ള വഴിയുമുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് ദയവേത് കാണുക. ഇൻസ്റ്റഗ്രാമിൽ ഇത്രേ കാണത്തുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ബയോയിലുള്ള യൂട്യൂബ് ചാനലിൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കിട്ടും. അതിൽ മുഴുവനായിട്ട് കാണാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മളതിൽ പറയുന്നതായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കിന്ന് സന്തോഷനാള്. മക്കയിൽ പിറന്നുള്ള പുണ്യ റസൂല്, മദീനയിൽ ഉറങ്ങുന്ന തിങ്കൾ ഹബീബ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മാഷാ അല്ലാഹ്. ഫുള്ളാക്ക് അത്രല്ല പറയണ്ട അത്രന്നെ. ഐശ്വര്യ പാട്ടാണ് പാട്. അപ്പം ഞാൻ വിടല, ഞാൻ കൈവിടേയില്ല. ഓൾ ഗ്രൂപ്പ് അങ്ങനെ അവിടെ നിന്ന് എല്ലാ കുട്ടികളൊക്കെ കണ്ടു. കുറേ കുട്ടികളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതും അല്ലാത്തതുമായ കുട്ടികളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സമ്മാനമൊക്കെ കൊടുത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്, നമ്മൾ അങ്ങോട്ടൊരു സമ്മാനം കൊടുത്തപ്പോൾ അതിലും വാല്യുബിൾ ആയിട്ടുള്ളൊരു സമ്മാനം അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഗിഫ്റ്റായിട്ട് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയാണ് ഇതുപോലെ ലാപ്ടോപ്പ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നത്? അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അബാദ് ട്യൂഷൻസിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അബാദ് ട്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 1-to-1 ട്യൂഷനാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ അക്കാഡമിയാണ് അബാദ് ട്യൂഷൻസ്. ഇപ്പോൾ ഈ അബാദ് ട്യൂഷൻസിൽ കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് 58 SSLC ഫുൾ A+, 34 +2 തലത്തിൽ ഫുൾ A+, 18 മദ്രസ ടോപ്പ്ലെസ്സുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് എങ്ങനെ മീൻസ് ഇതിലേറ്റവും കൂടുതൽ മാർക്ക് എടുക്കുന്ന കുട്ടികളെ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു കുട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കായിരിക്കും. പിന്നെ അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ എൻട്രീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നറുക്കിട്ട് ആർക്കാണ് ലഭിക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം ലഭിക്കുക. അപ്പോൾ SSLC +2-നായാലും മറ്റു മദ്രസ ടോപ്പ്ലെസ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും ഈ ലാപ്ടോപ്പ് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇതുകൂടാതെ എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് നല്ല ജോലി ഞാൻ പറഞ്ഞുതരാം. അബാദ് അംബാസിഡർ പ്രോഗ്രാം എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്. നിങ്ങളുടെ കെയർ ഓഫിലാണ് അബാദ് ട്യൂഷൻസിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അബാദ് അംബാസിഡർ പ്രോഗ്രാം എന്ന് പറയുന്ന വീഡിയോയിൽ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സും അബാദ് ട്യൂഷൻസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ നിങ്ങൾ നന്നായിട്ട് ടീച്ചിങ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ടീച്ചറായിട്ടും അബാദ് ട്യൂഷൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അബാദ് ട്യൂഷൻസിൽ കുട്ടികളൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നും ഒരു അസറ്റ് ആയിരിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഓൺലൈൻ ട്യൂഷൻ, അതും 1-to-1 ട്യൂഷൻ കൊടുക്കുന്ന ഒരേയൊരു ടീം നമ്മളതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10 വിഷയം 10 ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഓരോ വിഷയം എടുക്കുന്ന ടീച്ചേഴ്സും അതാത് വിഷയത്തിൽ ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ടാവും. നമുക്ക് 5000-ൽ കൂടുതൽ ടീച്ചേഴ്സ് റിസർവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങൾക്ക് ഒരു ടീച്ചറെ കിട്ടിക്കഴിഞ്ഞാൽ ആ ടീച്ചറെ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ആ ടീച്ചറിനെ മാറ്റാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം സമയം 24 മണിക്കൂർ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. LKG തലം മുതൽ ഡിഗ്രി തലം വരെ എല്ലാ വിഷയങ്ങളും എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഗൾഫിലും സ്റ്റേറ്റ്സിലൊക്കെയുള്ള അവിടുത്തെ പിന്നെ ലോക്കലായിട്ടുള്ള സിലബസ് അടക്കം നമ്മൾ പഠിപ്പിച്ചു തരും കേട്ടോ. എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളെടുത്ത് ട്യൂഷൻ ഉണ്ട്. കൂടാതെ ഖുർആൻ ഹിഫ്ള്, സ്പോക്കൺ അറബിക്ക്, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഉറുദു തുടങ്ങിയ പ്രത്യേകമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുതിർന്ന ആളുകൾക്ക് ഇസ്ലാമിക് ശരീഅത്ത് പഠിക്കാനും ഇസ്ലാമിക് നിയമങ്ങൾ പഠിക്കാനും ഖുർആൻ പഠിക്കാനൊക്കെയുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ലേഡീസ് ടീച്ചേഴ്സും അതേപോലെ
മെൻസ് ടീച്ചേഴ്സും ഒരുപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ കേട്ടോ. എന്തല്ല നീ തലങ്ങാണെന്ന് അറിയാലോ. എന്റെ താക്ക് Ustade. Bismillah. അത് ആക്കണോ? മാഷാ. All the history of this watch. So gorgeous. കട്ടെ. ആമീൻ. നിന്റെ പേര്? റാഷി. അങ്ങനെ അവിടുന്ന് അവർ നമുക്ക് പിന്നെ ആ കുഞ്ഞിനെ കിട്ടിയ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. ഏറ്റവും വലിയ സന്തോഷമായിട്ട് അവിടുത്തെ MDNs എന്ന് പറയുന്ന ബദ്രിയാനഗറിലെ ഒരു ടീം അവർ നല്ലൊരു ഗോൾഡ് കോയിന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കാണിച്ചാൽ കുഞ്ഞ് സന്തോഷത്തോടെ. ആ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറിയൊരു പേനയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നന്നായിട്ട് പഠിക്കാം എന്നും കൂടെ നിൽക്കുക. രക്ഷിതാക്കളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കുട്ടികൾക്കും ഉന്നത വിജയങ്ങൾ സ്വായത്തമാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിപ്പിച്ച മറ്റൊരു കുഞ്ഞിനെ വീട്ടിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി.